ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആരി വർക്കിലെ ത്രെഡ് ഡിസൈൻ തന്നെയാണ് കേട്ടോ. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറയാം. പിന്നെ അത് നമുക്ക് ഫില്ലിങ് സ്റ്റിച്ചായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ നീഡിൽ എടുത്തിട്ടുണ്ട്. 24 ആണ് നീഡിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ 2 സിൽക്ക് ത്രെഡ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല ത്രെഡ് എടുക്കുന്നതാണ് നല്ലത്. ഇത് എൻ്റെ കയ്യിലുണ്ടായ പഴയ ത്രെഡാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പഴയ ത്രെഡ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നല്ല ക്വാളിറ്റി ത്രെഡ് നമുക്ക് ഈ ആരി വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലൊരു ബോക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊരു അതിന് ചെറുതായിട്ട് നടുക്കായിട്ടില്ല, അതിന് മേളിലായിട്ട് ചെറിയൊരു സെൻറ്റർ ലൈനും കൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഫ്ലാറ്റ് ഫില്ലിങ് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം, നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിനി ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് അവിടെ നിന്ന് തന്നെ എടുക്കുകയാണ് കേട്ടോ. മേളിൽ നിന്ന് കുത്തി താഴേക്ക് എടുത്തു. എന്നിട്ട് താഴെയും ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് രണ്ടാമത് നമ്മൾ വരച്ചിരിക്കുന്ന ചെറിയ ഒരു ലൈൻ ഉണ്ടല്ലോ, രണ്ടാമത്തെ പോർഷനായിട്ട് വരച്ചിരിക്കുന്ന ലൈൻ, അതിലേക്ക് നമ്മൾക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് ത്രെഡ് വലിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ച് തന്നെയാണ് ഇത് വരുന്നത്, പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. എന്നിട്ട് പിന്നെ അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇത് ലോങ് ആൻഡ് ഷോർട്ട് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറയുന്നതിനേലും നിങ്ങൾ കുറച്ചും കൂടെ വീഡിയോ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമേ. നമുക്കിത് പല ടൈപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വേറൊരു രീതിയിലും കൂടെ ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. ഒരു 3 രീതിയിലൊക്കെ നമുക്ക് ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പല രീതിയിലും ചെയ്യാം. ഇപ്പം ഇതാണ് ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെ, സിംഗിൾ സൈഡ് ലോക്ക് സ്റ്റിച്ചും ഡബിൾ സൈഡ് ലോക്ക് സ്റ്റിച്ചും വരില്ലേ, ആ ഒരു മോഡൽ തന്നെ. ഇതിപ്പോൾ സിംഗിൾ സൈഡായിട്ട് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുന്നു മാത്രം. അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. താഴേക്ക് വലിച്ചു, ഇനി അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ത്രെഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇത്തിരി ബലത്തിൽ വലിച്ചാലും പൊട്ടിപ്പോവും. ത്രെഡിൻ്റെ ക്വാളിറ്റി നല്ലതല്ലെങ്കിലും പൊട്ടിപ്പോവേ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കൊരു മടുപ്പ് വരില്ല. അല്ലെങ്കിൽ നമ്മൾ ത്രെഡ് ഇങ്ങനെ പൊട്ടുമ്പോഴേക്കും നമുക്ക് ആകെ ഒരു മടുപ്പായി പോകും. അപ്പോൾ ഇത് കുറച്ച് സമാധാനത്തിലൊക്കെ ഇരുന്ന് തന്നെ ചെയ്താലേ റെഡി ആവുള്ളൂ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ ത്രെഡൊക്കെ കൊടുക്കണത് അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നമാണ് കേട്ടോ. ത്രെഡിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമാണ്. ഞാൻ പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന ത്രെഡാണ്. അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഗ് അടിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് ലാസ്റ്റ് നമ്മളിത് എൻഡ് ചെയ്ത് നിർത്തുന്നത് ലോങ് സ്റ്റിച്ചിലായിരിക്കണം കേട്ടോ. അതാണ് അതിനൊരു വൃത്തി ഉണ്ടാവുക കാണാനായിട്ട്. നമ്മൾ എൻഡ് ചെയ്ത് നിർത്തുന്നത് എപ്പോഴും ലോങ് സ്റ്റിച്ചിലായിരിക്കണം. ഞാൻ പിന്നെ ഇത് ഫുള്ള് ചെയ്ത് കാണിക്കണില്ല. അപ്പോൾ ഇനി 2-3 സ്റ്റിച്ചും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഒത്തിരി ടൈം പോകണതുകൊണ്ട് അപ്പോൾ അതാ നമുക്കിനി അടുത്ത സ്റ്റിച്ചിലേക്ക് നോക്കാവേ. ഈ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സിംഗിൾ സൈഡ് ചെയ്ത പോലെ തന്നെ സൈഡിൽ മാത്രം സ്റ്റിച്ച് നോട്ട് ഉണ്ടാവുള്ളൂ. താഴെ ഭാഗത്ത് മാത്രമാണ് നമുക്കിവിടെ നമ്മൾ ലോക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമ്മുടെ ബ്ലൗസിലൊക്കെ ത്രെഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ തന്നെ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ച് തന്നെയാണ്, അതിൽ ഈ ഒരു ഡിഫറൻസ് ലോങ്ങും ഷോർട്ടും ആയിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രം. സിംഗിൾ സൈഡ് വെച്ചിട്ട് നമ്മളിനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റിച്ച് വരുന്നത് ഇത് തന്നെ ഡബിൾ സൈഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഡബിൾ സൈഡ് സ്റ്റിച്ചസ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടോ, ഇതിൽ നമുക്ക് ആ ഒരു വന്നിട്ട് ഒരു റാ ഷേപ്പ് വരണ കണ്ടോ, ആ ഒരു പോർഷനാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് കാണിക്കാതെ. ഇതിലും ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യാനാണ്. ഇത് വേറൊരു മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ മെത്തേഡ് ഞാൻ ലാസ്റ്റ് കാണിക്കാവേ. ആ ഒരു മെത്തേഡും കൂടെ ലാസ്റ്റ് കാണിച്ചിട്ട് ആ ഷോർട്ട് സ്റ്റിച്ചസ് എങ്ങനെയാണ് വരണതെന്ന്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ എങ്ങനെ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് വരണതെന്ന് നോക്കാം. ഇത് തന്നെ ഇപ്പോൾ സിംഗിൾ സൈഡ് ലോക്ക് സ്റ്റിച്ച് നമ്മളിപ്പോൾ കാണിച്ചു തന്നില്ലേ, ലോങ് ആൻഡ് ഷോർട്ടിൽ തന്നെ സിംഗിൾ ഫസ്റ്റ് കാണിച്ചത്, അതും ഈ രീതിയിൽ ചെയ്യാം. വെച്ചാൽ അത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഫ്രെയിമിൽ നിന്ന് മാറ്റുമ്പോഴത്തേനും ചെറിയൊരു ലൂസ് പോലെ തോന്നും. കാരണം സിംഗിൾ സൈഡ് മാത്രമല്ലേ നമുക്ക് സ്റ്റിച്ചസ് വരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് കണ്ടോ, അവിടെ സിംഗിൾ സൈഡ് മാത്രമാണ് അതിൻ്റെ സ്റ്റിച്ചസ് വരുന്നത്. അപ്പോൾ അത് ഫ്രെയിമിൽ നിന്ന് മാറ്റുമ്പോൾ ഒരു ചെറിയൊരു ലൂസ് പോലെ തോന്നും. ഇനി നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ 2 സൈഡ് ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യുമ്പോഴത്തേനും അത് നല്ല ടൈറ്റായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ.
അപ്പോൾ നമ്മൾ ആദ്യത്തെ മേളിലത്തെ ലൈനിൽ നിന്ന് നമ്മൾ ലോങ് സ്റ്റിച്ച് എടുക്കുകയാണ്. മേളിലത്തെ ലൈനിൽ നിന്ന് നമ്മൾ ലോങ് സ്റ്റിച്ച് എടുത്ത് താഴെ ഒരു കുട്ടി സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അതിനുശേഷം ചെറിയ ലൈനിലേക്ക് ഷോർട്ട് സ്റ്റിച്ച് എടുക്കാനുള്ള ലൈനിലേക്ക് രണ്ടാമത്തെ ലൈനിലേക്ക് കുത്തിയിട്ട് അവിടെ ലോക്ക് ചെയ്യണം. മേളിലും ലോക്ക് ചെയ്യണം, താഴെയും ലോക്ക് ചെയ്യണം. അങ്ങനെ രണ്ട് സൈഡ് ലോക്ക് ചെയ്യുമ്പോഴാണ് അത് ഡബിൾ സൈഡ് ലോക്ക് സ്റ്റിച്ചും ആവുക, നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ശ്രദ്ധിച്ചേക്ക്. മേളിലെടുത്തു, പിന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്തു, കുട്ടി സ്റ്റിച്ച് ചെയ്തു, പിന്നെ അവിടെ നേരെ താഴേക്ക് എടുക്കുക, അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്യുക, ഒരു കുട്ടി സ്റ്റിച്ച് ചെയ്യുക, പിന്നെ അവിടെ നമ്മൾ വീണ്ടും മേളിലേക്ക് എടുക്കുക, മേളിലത്തെ ലൈനിലേക്ക് എടുക്കുക, അവിടെ എടുത്തു ഒരു ചെറിയൊരു സ്റ്റിച്ച് അവിടെയും കൊടുക്കുക, എന്നിട്ട് താഴേക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ഇത് നമ്മൾ രണ്ട് സൈഡും ഡബിൾ സൈഡ് ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ രണ്ട് രീതി മനസ്സിലായില്ലേ. ഇനി നമ്മൾക്ക് വരുന്നത് ആ ബ്ലൗസിൻ്റെ മെത്തേഡിൽ ആ ബ്ലൗസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതും ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് തന്നെയാണ് വരുന്നത്. വേറൊരു മെത്തേഡിൽ നമ്മൾ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അതും കൂടെ ഒന്ന് കാണാവേ. അപ്പോൾ ഈ സ്റ്റിച്ചസ് ഞാനൊന്ന് സ്പീഡാക്കി വെക്കുന്നുണ്ട്, അല്ലെന്നാണെങ്കിൽ ഭയങ്കരമായിട്ടും ടൈം ഇത് തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയി. ബോറടിക്കാതെ വേഗം ചെയ്തു പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അതാണ് നമ്മൾ കുറച്ച് സ്പീഡായിട്ട് കാണിക്കേണ്ടത്. നിങ്ങൾക്കിനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഫുൾ ഇങ്ങനെ കാണിച്ച് പോകുന്നത്. അത് മനസ്സിലായി. ആദ്യം നമ്മൾ വലുതെടുക്കുക, പിന്നെ അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ രണ്ടാമത്തെ ലൈനിലേക്ക് എടുക്കുക, അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, വീണ്ടും താഴേക്ക് എടുക്കുക, പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് എടുക്കുക. വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. വീഡിയോ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, കാണുക, ചെയ്ത് നോക്കുക കേട്ടോ. അത് നമുക്കിനി അടുത്ത സ്റ്റിച്ചിലേക്ക് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ സ്റ്റിച്ച് വരുന്ന ലോങ് ആൻഡ് ഷോർട്ട് തന്നെ. ഇതിൽ കട്ട് ചെയ്തപ്പോൾ എവിടെയോ മാറിപ്പോയി, ഫസ്റ്റ് ഭാഗം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വെൽഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, താഴെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് ആ രണ്ടാമത്തെ ലൈൻ സ്റ്റിച്ച് ഉണ്ടല്ലോ അവിടെ നിന്ന് കൊടുക്കുക, അവിടെ നിന്ന് നേരെ മേളിലേക്കാണ് സ്റ്റിച്ച് കൊടുക്കുക, അവിടെ നിന്ന് നേരെ താഴേക്ക് വലിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മളിവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തു. ഇനി നമ്മൾ ആ താഴെ രണ്ടാമത്തെ ലൈനിലേക്ക് നമ്മൾ സ്റ്റിച്ച് വെക്കുക കണ്ടോ. നമ്മൾ രണ്ടാമത്തെ ലൈനിലേക്ക് സ്റ്റിച്ച് വെച്ചു, അവിടെ നിന്ന് നേരെ മേളിലേക്ക്, അവിടെ വേറെ സ്റ്റിച്ചസ് ഒന്നും വേണ്ട, ആ ഒരു സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് നേരെ മേളിലേക്ക് എടുക്കുക, മേളിലൊരു സ്റ്റിച്ച് ഇതുപോലെ കൊടുക്കുക, അവിടെ നിന്ന് നേരെ താഴേക്ക് എടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മൾക്ക് ആ ബ്ലൗസിൽ ചെയ്ത ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, കറക്റ്റ് ആ പാറ്റേൺ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ അത് വരിക. ഈ സ്റ്റിച്ചസാണ് ആ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വീണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടൊക്കെ ചെയ്യണമെന്ന് തോന്നിയാൽ, ത്രെഡ് വർക്കായിട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതിൻ്റെ അതിന് ചുറ്റും ബീഡ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രാൻഡ് ലുക്കായിട്ട് തന്നെ നമുക്ക് ആരി വർക്കിൻ്റെ ബ്ലൗസൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചസൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റിച്ചസ് വരുന്നത്. ഇതിൻ്റെ ഒരു പിക്ചറും കൂടെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു സ്റ്റിച്ചസൊക്കെ കേട്ടോ.